എൻ്റെ മോൾ ഇത്രയും നാളോടെ പലതും സഹിച്ചും ക്ഷമിച്ചും കഴിയുമായിരുന്നു. അവനും അവൻ്റെ വീട്ടുകാരും കൂടി അവളെ കൊന്നു. ശരിക്കും അവർ മാത്രമാണോ ഇതിന് കാരണം? ഓരോ തവണയും അവർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ വീട്ടിലേക്ക് വിളിച്ച് അമ്മ എനിക്കിവിടെ പറ്റുന്നില്ല, അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നു, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ സാരമില്ല, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താലേ കുടുംബമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ അവിടെ സ്റ്റക്കാക്കി നിർത്തിയ ഓരോ പാരൻസും ഇതിൽ കുറ്റക്കാരാണ്. ഒരു പെൺകുട്ടീനെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന സമയത്ത് ഇനി അതാണ് നിന്റെ വീട്, അവിടെ നീ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ചും ക്ഷമിച്ചും നിൽക്കണമെന്ന് പറഞ്ഞു വിടുന്നതിന് പകരം നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളുണ്ടാവും കൂടെ, നിനക്ക് പറ്റാത്തതൊന്നും സഹിച്ച് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊരു ഉറപ്പാണ് അവർക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ കല്യാണം കഴിഞ്ഞ അവൾ ഒറ്റയ്ക്ക് വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും? എൻഗേജ്മെന്റ് കഴിഞ്ഞ അവൾക്ക് താല്പര്യമില്ല എന്ന് കണ്ടിട്ടും കല്യാണം നടത്തിയില്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും? അവരോരോന്നും പറയില്ലേ, അവളുടെ ഭാവി പോവില്ലേ എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും കൂടി ഇല്ലാതാക്കുന്നത് പല പെൺകുട്ടികളുടെയും ജീവിതമാണ്. ആൻഡ് കല്യാണം കഴിക്കാൻ പോകുന്നവരോടും കല്യാണം കഴിച്ചവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ പറയുമായിരിക്കും സാരമില്ല, കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയാവുന്നു. പക്ഷെ ഒരിക്കലും ഇല്ല. ഇപ്പം എന്താണോ അതിൻ്റെ ഡബിളായിരിക്കും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ. സോ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ നാണക്കേട് വിചാരിച്ച് അല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയുമെന്ന് വിചാരിച്ച് ആ കല്യാണത്തിന് കയറി സമ്മതിച്ചു കഴിഞ്ഞാൽ പോകുന്നത് നിങ്ങളുടെ മാത്രം ലൈഫായിരിക്കും. ആൻഡ് കല്യാണം കഴിച്ചവരോട് നിങ്ങൾ സ്റ്റിൽ മെൻ്റലി ഫിസിക്കലി അവരുടെ അടുത്തു നിന്ന് അബ്യൂസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ക്ഷമിച്ച് ജീവിക്കാതെ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ആൻഡ് നിങ്ങൾ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എത്രത്തോളം സഹിക്കുന്നോ അത്രത്തോളം അത് അവർക്ക് പിന്നെയും ചെയ്യാനുള്ള അവസരമാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഡിവോഴ്സ് ചെയ്യുന്നതോ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആവുന്നതോ അല്ല ഒന്നിന്റെ അവസാനം, അതൊക്കെ ജീവിതത്തിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ആൻഡ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ധൈര്യം കാണിക്കുന്നതിന് പകരം ആത്മഹത്യ ചെയ്യുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങളുടെ ജീവിതം മാത്രമാണ് അതുകൊണ്ട് നഷ്ടപ്പെടുന്നത്. അല്ലാതെ നിങ്ങളെ ഉപദ്രവിച്ചവരുടെയോ വീട്ടുകാരുടെയോ നാട്ടുകാരുടെയോ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ആൻഡ് എന്ത് സഹിച്ചും ക്ഷമിച്ചും ജീവിക്കേണ്ടവളല്ല ഒരു പെണ്ണ്. സോ ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ഫക്കിംഗ് ഷെറ്റ് ആൻഡ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കൂ പ്ലീസ്.